ഹലോ ഡിയേഴ്സ്, ദിസ് ഈസ് ജയേഷ് സാർ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റിലെ പാഠവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പാഠം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയല്ല, പാഠത്തിലുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പഠിക്കുകയാണ്. ഈ ഉത്തരം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ട അത്യാവശ്യം കാര്യങ്ങൾ കിട്ടുകയും ചെയ്യും. മറ്റൊന്നുമല്ല, രണ്ടാമത്തെ യൂണിറ്റിലെ ആദ്യ ചാപ്റ്ററിൻ്റെ പേര് നിങ്ങൾക്കറിയാം. എന്താണത്? ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ. എന്താണ് ഈ ചാപ്റ്റർ? ഇതൊരു സ്പീച്ചാണ്, ഇതൊരു ടോക്കാണ് എന്ന് നമുക്ക് പറയാം. TEDx പോലെയുള്ള പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, അതുപോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് INK ടോക്സ്. അവിടെ ശ്രീകാന്ത് ബോല എന്ന് പറയുന്ന ഓൺട്രപ്രനർ, അദ്ദേഹം ഒരു അന്ധനാണ്, ഒരു കണ്ണ് കാണാത്തൊരു വ്യക്തിയാണ്. ഇദ്ദേഹം നടത്തുന്ന ടോക്കാണ്. ആ ടോക്കാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അതിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ശ്രീകാന്ത് ബോലയുടെ ലൈഫുമായി ബന്ധപ്പെട്ട അത്യാവശ്യം കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം കണ്ടാൽ നിങ്ങൾക്ക് അതിന് ഉത്തരം എഴുതുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. പുസ്തകത്തിലുള്ള ഒരു ചോദ്യം തന്നെയാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക, നോക്കുക. ബേസ്ഡ് ഓൺ യുവർ റീഡിംഗ് ഓഫ് ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ. അപ്പോൾ നമ്മുടെ പാഠത്തിന്റെ പേര് കൊടുത്തിരിക്കുന്നു അല്ലെ, ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ. ഈ പാഠം നമ്മൾ വായിച്ചത് വെച്ചിട്ട് അതിനെ ആസ്പദമാക്കി പ്രിപ്പയർ ആൻ ആർട്ടിക്കിൾ, ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആർട്ടിക്കിൾ എന്താണ്? ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ലേഖനമാണ്. ലേഖനം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒരു എസ്സേ നമ്മൾ എഴുതുന്നു, എന്നാൽ അതിനൊരു ടൈറ്റിൽ കൊടുക്കണം, ഒരു ഹെഡിങ് കൊടുക്കണം, അതിൻ്റെ താഴെ എഴുതിയേക്കുന്ന ആളിൻ്റെ പേരും കൊടുക്കണം. ഇതാണ് നമ്മൾ ആർട്ടിക്കിളിൽ ചെയ്യേണ്ട കാര്യം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ എന്ന പാഠം വായിച്ചത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പ്രിപ്പയർ ആൻ ആർട്ടിക്കിൾ, ഒരു ആർട്ടിക്കിൾ തയ്യാറാക്കുക. ഈ ആർട്ടിക്കിൾ എന്തിനെ പറ്റിയാകണം? ഈ അടുത്ത പറയുന്നു, ഓൺ ദി അച്ചീവ്മെന്റ്സ് ഓഫ് ശ്രീകാന്ത് ബോല. ശ്രീകാന്ത് ബോലയുടെ അച്ചീവ്മെന്റ്സിനെ പറ്റിയാകണം ഈ ആർട്ടിക്കിൾ. അപ്പോൾ ശ്രീകാന്ത് ബോലയുടെ അച്ചീവ്മെന്റ്സ് എന്താണ്? നേട്ടങ്ങളാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ നേട്ടങ്ങളെ പറ്റി നമ്മൾ പറയണം. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ചോദ്യം. നമുക്ക് നോക്കാം. ഒരു ആർട്ടിക്കിൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആർട്ടിക്കിൾ ആകുമ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യം എന്ത് വേണം? ഹെഡിങ് വേണം, ടൈറ്റിൽ വേണം. നമ്മൾ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ നിങ്ങൾ നോക്കുക. ദ മാൻ, മനുഷ്യൻ അല്ലെങ്കിൽ ആൾ. ഏതാളാണ്? ഹു ടേൺഡ്. ടേൺ ചെയ്യുക എന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? മാറ്റുക എന്നുള്ള രീതിയിലാണ്. ടേൺഡ് എന്ന് പറയുമ്പോൾ മാറ്റി. ഹു ടേൺഡ് എന്ന് പറഞ്ഞാൽ മാറ്റിയ ആൾ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മാറ്റിയ മനുഷ്യൻ. എന്തിനെ മാറ്റിയ മനുഷ്യൻ? ഡാർക്ക്നെസ്, ഇരുട്ടിനെ, ഇൻടു ലൈറ്റ്, വെളിച്ചത്തിലേക്ക്. ഇരുട്ടിനെ വെളിച്ചമാക്കി മാറ്റിയ ആൾ. ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന പേര്. ആർട്ടിക്കിളിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് ഇതാണ്, ദ മാൻ ഹു ടേൺഡ് ഡാർക്ക്നെസ് ഇൻടു ലൈറ്റ്. ഇരുട്ടിനെ വെളിച്ചമാക്കി മാറ്റിയ മനുഷ്യൻ. ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന പേര്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? തൊട്ട് താഴെ ആർട്ടിക്കിൾ എഴുതിയ ആളിന്റെ പേര് വേണം. അവിടെ നമ്മൾ വെറുതെ ഒരു പേര് കൊടുത്തിരിക്കുകയാണ്, രാജേഷ് ഖന്ന. നമുക്കറിയാം, നിങ്ങളുടെ രണ്ടാമത്തെ യൂണിറ്റിലെ ട്വിങ്കിൾ ഖന്ന എഴുതിയൊരു കഥയുണ്ട് അല്ലെ, ഫീനിക്സ് റൈസസ് എന്ന് പറയുന്ന കഥയുണ്ട്. അവിടെ ട്വിങ്കിൾ ഖന്നയുടെ ഖന്ന ഇങ്ങനെ എടുത്തതേ ഉള്ളൂ, എന്നിട്ട് രാജേഷ് എന്നുള്ള ഒരു പേര് കൂടെ ചേർത്തു. രാജേഷ് ഖന്ന, വെറുതെ ഒരു പേര് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് പേരും അവിടെ കൊടുക്കാം. ഇനി നോക്കുക, നമുക്ക് ആർട്ടിക്കിളിലേക്ക് കടക്കാം. ശ്രീകാന്ത് ബോല ഈസ് ആൻ ഓൺട്രപ്രനർ. ഈ ശ്രീകാന്ത് ബോല ഒരു ഓൺട്രപ്രനർ ആണ്. ഓൺട്രപ്രനർ, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്റർപ്രനർ എന്നല്ല പറയുന്നത്, ഓൺട്രപ്രനർ എന്നാണ് അത് പറയുന്നത്. സിമ്പിളാക്കി പറഞ്ഞാൽ ബിസിനസ്സുകാരൻ. ശ്രീകാന്ത് ബോല ആരാണ്? ഒരു ബിസിനസ്സുകാരനാണ്. ഇനി നോക്കുക, ഹി വാസ് ബോൺ, അദ്ദേഹം ജനിച്ചത് വിത്തൗട്ട് ഐസ്, കണ്ണില്ലാതെയാണ്, കാഴ്ചയില്ലാതെയാണ് ജനിച്ചത്. നമ്മുടെ പുസ്തകത്തിൽ തന്നെ പറയുന്ന കാര്യമാണ്. ഹി വാസ് ബോൺ വിത്തൗട്ട് ഐസ്, കണ്ണുകളില്ലാതെ അല്ലെങ്കിൽ കാഴ്ചയില്ലാതെയാണ് അദ്ദേഹം ജനിച്ചത്. അപ്പൊ ആ പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഹി വാസ് ബ്ലൈൻഡ്, അദ്ദേഹം ബ്ലൈൻഡ് ആയിരുന്നു ജനിച്ചപ്പോൾ തന്നെ. അപ്പോൾ ഹി ഈസ് ബ്ലൈൻഡ്, അദ്ദേഹം ബ്ലൈൻഡ് ആണ്, ജനിച്ചപ്പോൾ തന്നെ ബ്ലൈൻഡ് ആയിരുന്നു. അപ്പോൾ നോക്കുക, ഹി വാസ് ബോൺ വിത്തൗട്ട് ഐസ്, കണ്ണുകളില്ലാതെ അല്ലെങ്കിൽ കാഴ്ചയില്ലാതെയാണ് ജനിച്ചത്. ആ പോയിന്റ് ശ്രദ്ധിക്കുക. ഹിസ് പേരൻസ് വേർ അൺഎഡ്യൂക്കേറ്റഡ് ഫാർമേഴ്സ്. ഇനി ഇദ്ദേഹത്തിന്റെ പേരൻസ് ആരായിരുന്നു? ഇദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും ആരായിരുന്നു?
അവരാരായിരുന്നു നോക്കുക? വെർ അൺഎഡ്യൂക്കേറ്റഡ്, വിദ്യാഭ്യാസമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത ഫാർമേഴ്സ് ആയിരുന്നു. ഫാർമേഴ്സ് ആരാണ്? കർഷകർ, കൃഷിക്കാർ. അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല, അവർ കൃഷിത്തൊഴിൽ ചെയ്യുന്നവരായിരുന്നു. നോക്കുക ഇനി സൊസൈറ്റി സോ ഹിം, സമൂഹം, സൊസൈറ്റി സോ ഹിം, അദ്ദേഹത്തെ കണ്ടത്, ഈ ശ്രീകാന്ത് പോലെ ജനിച്ചപ്പോൾ അയാളെ കണ്ടത് ആസ് എ ബേർഡൻ. എങ്ങനെയാണ് കണ്ടത്? ഒരു ബേർഡൻ ആയിട്ടാണ് കണ്ടത്. എന്താണ് ബേർഡൻ? ഭാരം, ഒരു ഭാരമായിട്ടാണ് കണ്ടത്. കാരണം എന്താണ്? കണ്ണില്ലാതെ ജനിച്ച വ്യക്തി സമൂഹം എങ്ങനെയാണ് കണ്ടത്? ഇയാൾ ഒരു ഭാരമാണ്, ഇയാളെ കൊന്നുകളയണം എന്ന് പോലും പറയുകയുണ്ടായി. നോക്കുക, ബട്ട് എന്നാൽ ഹിസ് പേരൻസ് ഗേവ് ഹിം ഗ്രേറ്റ് ലവ് ആൻഡ് കെയർ. ഈ സമൂഹം പറഞ്ഞതല്ല അച്ഛനും അമ്മയും കേട്ടത്. അവന്റെ രക്ഷിതാക്കൾ, അയാളുടെ രക്ഷിതാക്കൾ, പേരൻസ് ഗേവ് ഹിം ഗ്രേറ്റ് ലവ്, ഭയങ്കര സ്നേഹമാണ് കൊടുത്തത്, ആൻഡ് കെയർ, കരുതലാണ്, ശ്രദ്ധയാണ് കൊടുത്തത്, അല്ലാതെ കൊന്നുകളയുകയല്ല അവർ ചെയ്തത്. എന്നിട്ട് നോക്കുക, അടുത്ത പാരഗ്രാഫിൽ നമുക്ക് നോക്കാം. യങ് ശ്രീകാന്ത്, കൊച്ചു ശ്രീകാന്ത്, ചെറുപ്പത്തിലെ ശ്രീകാന്ത് വാസ് നോട്ട് ഫിറ്റ്, അവൻ ഫിറ്റ് അല്ലായിരുന്നു, യോജിച്ചവനല്ലായിരുന്നു, പറ്റിയവനല്ലായിരുന്നു. എന്തിനാണ്? ഫോർ ട്രഡീഷണൽ ഫാമിംഗ്, അല്ലെ, ട്രഡീഷണൽ ആയിട്ടുള്ള ഫാമിങ്ങിന്. ട്രഡീഷണൽ ഫാമിംഗ് എന്താണ്? പരമ്പരാഗത കൃഷി രീതി. അപ്പൊ പാരമ്പര്യമായിട്ട് അവരുടെ വീട്ടുകാർ കൃഷിക്കാരാണെന്ന് പറഞ്ഞു, പക്ഷെ ഇവൻ കൃഷിക്ക് പറ്റിയവനല്ലായിരുന്നു. സോ അതുകൊണ്ട് ഹിസ് ഫാദർ, ഇവന്റെ അച്ഛൻ, ഡിസൈഡഡ്, തീരുമാനിച്ചു. അച്ഛൻ എന്താണ് തീരുമാനിച്ചത്? ടു സെൻഡ് ഹിം ടു സ്കൂൾ, ഇവനെ സ്കൂളിലേക്ക് അയക്കാൻ തീരുമാനിക്കുകയാണ്, ഇവനെ പഠിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇവൻ കൃഷിക്ക് പറ്റിയവനായിരുന്നില്ല, അതുകൊണ്ട് ഇവനെ പഠിപ്പിക്കാൻ അച്ഛൻ തീരുമാനിക്കുകയാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് നോക്കുക. ദസ്, അങ്ങനെ, ഹി വെന്റ് ടു എ ഫാർ അവേ സ്കൂൾ, ഇവൻ സ്കൂളിൽ പോകുന്നു. പക്ഷെ നോക്കുക, ഈ സ്കൂൾ എവിടെയാണ്? ഫാർ അവേ ആണ്, അങ്ങ് ദൂരെയാണ്. അങ്ങ് ദൂരെയുള്ള ഒരു സ്കൂളിലേക്ക് ഇവൻ പോകുകയാണ്. ഫാർ അവേ സ്കൂളിലേക്ക് പോകുന്നു. അതും എങ്ങനെയാണ് പോകുന്നത്? ഓൺ ഫുട്ട്, നടന്നാണ് പോകുന്നത്. ഇവൻ നടന്നു പോവുകയാണ് ഒത്തിരി ദൂരെയുള്ള ഒരു സ്കൂളിലേക്ക്. കണ്ണു കാണാത്ത പയ്യനാണ്, പക്ഷെ ഇവൻ ദൂരെയുള്ള സ്കൂളിലേക്ക് നടന്നു പോവുകയാണ്. ഇനി സ്കൂളിൽ ചെന്നപ്പോൾ എന്ത് സംഭവിച്ചു മനസ്സിലാക്കുക. ടീച്ചേഴ്സ് ആൻഡ് ക്ലാസ്മേറ്റ്സ്, ഇവന്റെ ടീച്ചേഴ്സും ഇവന്റെ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളുമൊക്കെ ഇഗ്നോർഡ് ഹിം, ഇവനെ ഇഗ്നോർ ചെയ്തു. ഇഗ്നോർ ചെയ്യുക എന്താണ്? അവഗണിച്ചു. ഇവനെ അവഗണിച്ചു, ഇവനെ മൈൻഡ് ചെയ്തില്ല, ഇവനധികം പരിഗണനയൊന്നും, ഇവന്റെ വയ്യാത്ത കുട്ടിയാണ് എന്നുള്ള രീതിയിൽ ഇവനെ മാറ്റി നിർത്തുകയാണ് ഉണ്ടായത്. ഇവൻ എവിടെ ഇരിക്കുന്നതെന്ന് നോക്കിയേ. ഹി സാറ്റ് ഓൺ ദ ലാസ്റ്റ് ബെഞ്ച്, ഇവൻ ലാസ്റ്റ് ബെഞ്ചിലാണ് ഇരിക്കുന്നത്, അല്ലെ, അവസാനത്തെ ബെഞ്ചിലാണ് ഇവനെ ഇരുത്തിയിരുന്നത്. എക്സ്ക്ലൂഡഡ്, ഒഴിവാക്കപ്പെട്ടാണ് ഇവൻ ഇരിക്കുന്നത്. ഫ്രം ആക്ടിവിറ്റീസ്, എല്ലാ ആക്ടിവിറ്റികളിൽ നിന്നും ഇവനെ ഒഴിവാക്കിയിരുന്നു. സ്കൂളിലുള്ള പ്രവർത്തനങ്ങളിലൊന്നും ഇവനെ പങ്കെടുപ്പിച്ചിരുന്നില്ല, കാരണം ഇവന് കണ്ണ് കാണില്ല, അതുകൊണ്ട് ഇവനെ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. ബട്ട് എന്നാൽ ഹി വാസ് നോട്ട് റെഡി, ഇവൻ റെഡി ആയിരുന്നില്ല, അവൻ തയ്യാറായിരുന്നില്ല. എന്തിനാണ്? ടു ഗിവ് അപ്പ്, ഗിവ് അപ്പ് ചെയ്യാൻ. ഗിവ് അപ്പ് ചെയ്യുക, വിട്ടുകൊടുക്കുക, അല്ലെ, ഒരു കാര്യം ഉപേക്ഷിക്കുക, അല്ലെ. ഇവൻ അത് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല, ഇവൻ തോൽക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പൊ ഗിവ് അപ്പ് എന്ന് പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക. ഫ്രൈസൽ വെർബായിട്ട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണിത്. ഗിവ് അപ്പ്, ഒരു ശ്രമം ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉപേക്ഷിക്കുക, തോറ്റുകൊടുക്കുക എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു സംഭവമാണ് ഗീവ് അപ്പ്. ശ്രദ്ധിച്ചോളുക. ഫൈനലി, അവസാനം, ഹിസ് പേരൻസ് ആൻഡ് റിലേറ്റീവ്സ്, ഇവന്റെ പേരൻസും ഇവന്റെ റിലേറ്റീവ്സും ഡിസൈഡഡ്, തീരുമാനിച്ചു. എന്ത് തീരുമാനിച്ചു? ടു സെൻഡ് ഹിം ടു എ സ്പെഷ്യൽ സ്കൂൾ, ഇവനെ ഒരു സ്പെഷ്യൽ സ്കൂളിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. ഇൻ ഹൈദരാബാദ്. എവിടെയാണ് ഈ സ്പെഷ്യൽ സ്കൂള്? ഹൈദരാബാദിലാണ്. അപ്പോൾ ആന്ധ്രാപ്രദേശിലായിരുന്നു ഇവന്റെ സ്ഥലം, ഇവൻ ജനിച്ചത്. അപ്പോൾ എന്താണ്? ഇവനെ ഹൈദരാബാദിലുള്ള ഒരു സ്പെഷ്യൽ സ്കൂളിലേക്ക് അയക്കുവാനായിട്ട് വീട്ടുകാർ തീരുമാനിച്ചു. എന്നിട്ട് നോക്കുക, അവിടെ ശ്രീകാന്ത് എക്സൽ ചെയ്തു, തിളങ്ങി, ശോഭിച്ചു, മികവ് കാട്ടി. ഇൻ എവറിത്തിങ്, പഠനത്തിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും ഇവൻ തിളങ്ങി. എന്തൊക്കെയാണ് നോക്കുക. ഹി ഏൺഡ് ടോപ്പ് റാങ്ക്സ്, ഇവൻ ഏൺ ചെയ്തു, ഇവൻ അവിടെ നേടിയെടുക്കുകയാണ്. എന്ത് നേടിയെടുത്തു? ടോപ്പ് റാങ്ക്സ്, അവിടുത്തെ ടോപ്പ് റാങ്കുകൾ ഇവൻ നേടിയെടുക്കുകയാണ്. നന്നായിട്ട് പഠിച്ചു, നല്ല മാർക്ക് വാങ്ങി. എന്നിട്ട് എന്താ വേറെ കാര്യങ്ങൾ എന്തൊക്കെയാ ചെയ്തതെന്ന് നോക്കിയേ. ഹി റെപ്രസെന്റഡ് ഇന്ത്യ, ഇവൻ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തു പോയി. അവന്റെ സ്കൂളിനെ റെപ്രസെന്റ് ചെയ്ത് പോയി എന്നല്ല പറയുന്നത്, അവൻ അത്രയ്ക്ക് കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് ഇവൻ പോയി, ഇന്ത്യക്ക് വേണ്ടി ഇവൻ പോയി, ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇവൻ പോയി. ഇൻ ചെസ്, എന്ത് കാര്യത്തിലാണ്? ചെസ്സിൽ, അല്ലെ, ചെസ് കളിക്കാനായിട്ട്, ചെസ് മത്സരങ്ങളിൽ ഇവൻ
ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു. ആൻഡ് ക്രിക്കറ്റ്, അത് മാത്രമായിരുന്നില്ല, ക്രിക്കറ്റിലും ഇവന് കഴിവുണ്ടായിരുന്നു. ക്രിക്കറ്റ് മത്സരങ്ങളിലും ഇവൻ ഇന്ത്യക്ക് വേണ്ടി പോയി എന്നാണ് പറഞ്ഞേക്കുന്നത്. മോർ ഓവർ, അതിലപ്പുറം, അതിലുപരി, ഹി വാസ് ലക്കി ഇനഫ്, ഇവന് ആവശ്യത്തിന് ഭാഗ്യമുണ്ടായിരുന്നു, നല്ല ഭാഗ്യമുണ്ടായിരുന്നു. എന്താ കാര്യം നോക്കി, ടു വർക്ക് വിത്ത് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇവന് വർക്ക് ചെയ്യുവാൻ സാധിച്ചു. ആരുടെ കൂടെയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ഇവന് സാധിച്ചു. അതൊരു വലിയ കാര്യം തന്നെയാണല്ലേ. ഇനി നോക്കുക, ഹി പാസ്ഡ് 10th, ഇവൻ 10ാം ക്ലാസ് പാസ്സായി വിത്ത് ഓവർ 90% മാർക്സ്. 90%-ലധികം മാർക്ക് വാങ്ങി ഇവൻ 10ാം ക്ലാസ് പാസ്സായി. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഇവൻ നല്ല കഴിവുള്ള അല്ലെ മിടുക്കനായ ഒരു കുട്ടിയായിരുന്നു. 90%-ലധികം മാർക്ക് വാങ്ങി ഇവൻ 10th പാസ്സായി. അതായത് ഫുൾ A+. ഇപ്പോഴത്തെ രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ A+ വാങ്ങി ഇവൻ 10th പാസ്സായി. എന്നിട്ട് നോക്കുക, ഹി വാണ്ടഡ് ടു സ്റ്റഡി സയൻസ്. അവൻ പഠിക്കാൻ ആഗ്രഹിച്ചത് എന്താണ്? സയൻസ് ആയിരുന്നു. അവന് പഠിക്കേണ്ടിയിരുന്ന വിഷയം, അവന് ഇഷ്ടപ്പെട്ട വിഷയം സയൻസ് ആയിരുന്നു. ബട്ട് എന്നാൽ ഹി വാസ് നോട്ട് അലൗഡ്, അവന് അനുവാദം ഉണ്ടായിരുന്നില്ല. എന്തിന്? ടു പെർസ്യൂ ഹിസ് ഡ്രീം, അവന്റെ സ്വപ്നത്തെ പെർസ്യൂ ചെയ്യാൻ, പിന്തുടരാൻ, അവന്റെ സ്വപ്നത്തെ ചേസ് ചെയ്യാൻ, അവന്റെ സ്വപ്നത്തിന്റെ പിന്നാലെ പോകാൻ അവന് അനുവാദം ഉണ്ടായിരുന്നില്ല. അവന് സയൻസ് പഠിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്? അവൻ അന്ധനായ കുട്ടിയാണ്. സയൻസിനകത്ത് അല്ലെ ധാരാളം ഇപ്പൊ ഫിസിക്സ്, കെമിസ്ട്രി പരീക്ഷണങ്ങളും ലാബും ഒക്കെ ഉള്ളതാണ്. അതുപോലെ മറ്റ് മാത്സുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഇവൻ സയൻസ് പഠിക്കാനായിട്ട് ഇവന് അനുവാദം കിട്ടിയില്ല. അത് അവിടുത്തെ സിസ്റ്റത്തിന്റെ പ്രത്യേകത. അന്നത്തെ ഗവൺമെന്റിന്റെ ആ രീതി അനുസരിച്ച് അല്ലെങ്കിൽ നിയമങ്ങൾ അനുസരിച്ച് ഇവന് പഠിക്കാനുള്ള അനുവാദമില്ലായിരുന്നു, സയൻസ് പഠിക്കാൻ. സോ അതുകൊണ്ട് തന്നെ ഹി സൂഡ് ദ ഗവൺമെന്റ്, അവൻ എന്താ ചെയ്തത്? ഗവൺമെന്റിനെതിരെ കേസ് കൊടുത്തു. ഗവൺമെന്റിനെതിരെ നിയമ നടപടി സ്വീകരിച്ചു. നിയമ നടപടി സ്വീകരിക്കുക, അതിന് വാക്ക് കണ്ട, സൂ എന്നുള്ളതാണ്. അവൻ സൂഡ് ദ ഗവൺമെന്റ്, ഗവൺമെന്റിനെതിരെ അവൻ കേസ് കൊടുത്തു. ഹി വൺ ദ ലീഗൽ ബാറ്റിൽ, ആ ലീഗൽ ബാറ്റിൽ, ആ നിയമയുദ്ധം, ഹി വൺ, അവൻ വിജയിച്ചു. അപ്പോൾ ഗവൺമെന്റിനെതിരെ കേസ് കൊടുത്തു, കോടതിയിൽ കേസ് നടന്നു, അവൻ അതിൽ വിജയിച്ചു. ദസ്, അങ്ങനെ ഹി സ്റ്റഡീഡ് സയൻസ്, അവൻ സയൻസ് പഠിച്ചു. പക്ഷെ നോക്കിക്കോണം, അറ്റ് ഹിസ് ഓൺ റിസ്ക്, അവന്റെ സ്വന്തം റിസ്കിൽ. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, സ്വന്തം റിസ്കിൽ വേണം കാര്യങ്ങൾ ചെയ്യാൻ. അങ്ങനെ അവൻ സയൻസ് പഠിച്ചു. ഹി വർക്ക്ഡ് ഹാർഡ്, അവൻ വളരെയധികം കഷ്ടപ്പെട്ടു, ഹാർഡ് വർക്ക് ചെയ്തു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ മെന്റോർ, ഒരു മെന്റോറിന്റെ ഹെൽപ്പോടുകൂടി. മെന്റോർ എന്നാണ് അത് വായിക്കുന്നത്. മെന്റോർ എന്ന് പറഞ്ഞാൽ ഗുരു, ടീച്ചർ. ഒരു ടീച്ചറിന്റെ ഹെൽപ്പോടുകൂടി അവൻ വളരെയധികം കഷ്ടപ്പെട്ടു. ആൻഡ് സ്കോർഡ് 90% ഇൻ ദി എക്സാംസ്, പരീക്ഷയ്ക്ക് എത്ര മാർക്കാണ് അവൻ വാങ്ങിയത്? 98%. 10ാം ക്ലാസ്സിൽ 90 ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 98% ഉയർന്നിരിക്കുകയാണ്. +2 അവന്റെ മാർക്ക് കൂടി. ഒന്ന് ആലോചിച്ച് നോക്കുക, കണ്ണ് കാണാത്തൊരു കുട്ടി, സയൻസ് പഠിക്കാൻ അവൻ ആഗ്രഹം ഉണ്ടായിരുന്നു, അവന് പക്ഷേ അതിന് നിയമം അനുവദിച്ചിരുന്നില്ല. അവൻ കേസ് കൊടുത്ത് കേസ് ജയിച്ച് സയൻസ് പഠിച്ചു, 98% മാർക്ക് വാങ്ങി. വളരെ കഠിനമായിട്ടുള്ള അല്ലെ, വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് അവൻ അവിടെ നേടിയെടുക്കുന്നത്. ഹി ദെൻ വാണ്ടഡ്, അതിനുശേഷം അവൻ ആഗ്രഹിച്ചത് ടു ജോയിൻ ടോപ്പ് എഞ്ചിനീയറിംഗ് സ്കൂൾസ്, ടോപ്പ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കണമെന്നാണ്, ജോയിൻ ചെയ്യണമെന്നാണ് അവൻ ആഗ്രഹിച്ചത്. ലൈക്ക് IIT, നമ്മുടെ IIT പോലെയുള്ള ടോപ്പ് ആയിട്ടുള്ള സ്കൂളുകളിൽ പഠിക്കാനാണ് അവൻ ആഗ്രഹിച്ചത്. +2 കഴിഞ്ഞ് എഞ്ചിനീയറിംഗിന് പോകണം, അതിന് ടോപ്പ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ തന്നെ പഠിക്കണം. IIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പോലെയുള്ള വലിയ സ്ഥാപനങ്ങളിൽ, സ്കൂളുകളിൽ പഠിക്കണമെന്നാണ് ഇവൻ ആഗ്രഹിച്ചത്. പക്ഷെ അവിടെ ഒരു പ്രശ്നം വരുന്നു, നോക്കുക. ബട്ട് ഹി കുഡിന്റ് സിറ്റ് ഫോർ ദി കോമ്പറ്റേറ്റീവ് എക്സാംസ്. നമുക്കറിയാം, ഇതുപോലെയുള്ള വലിയ സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെ, അത് MBBS ആണെങ്കിലും അതുപോലെ എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഇതിനൊക്കെ എൻട്രൻസ് പരീക്ഷ പാസ്സാകണം അല്ലെ, എൻട്രൻസ് എക്സാം ഉണ്ട് അല്ലെ. അപ്പൊ ഈ എൻട്രൻസ് എക്സാം എന്ന് പറയുന്ന ഒരു മത്സര പരീക്ഷയാണ്, കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. ഇവിടെ ഈ കണ്ണ് കാണാത്ത ആളിന് അതിൽ ഇരിക്കാൻ അല്ലെ, പരീക്ഷ എഴുതാനായിട്ട് പറ്റില്ലായിരുന്നു. അപ്പൊ ആ ഒരു പ്രശ്നം അവിടെ വന്നു, അതുകൊണ്ട് തന്നെ അത് നടന്നില്ല. സോ അതുകൊണ്ട് അവൻ എന്താ ചെയ്തത്? IIT-യിൽ അവന് ചേരാൻ പറ്റിയില്ല. അതുകൊണ്ട് അവൻ ചെയ്യുന്ന കാര്യം, ഹി അപ്ലൈഡ് ടു ദി ടോപ്പ് സ്കൂൾസ് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഇന്ത്യയിലെ ടോപ്പ് സ്ഥലത്ത് പഠിക്കാൻ പറ്റാഞ്ഞത് കൊണ്ട് ഇവൻ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. എവിടെ കൊണ്ട് ആപ്ലിക്കേഷൻ കൊടുത്തു? ടോപ്പ് സ്കൂൾസ് ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അമേരിക്കയിലെ ടോപ്പ് സ്കൂൾസിൽ കൊണ്ട് അല്ലെ, ടോപ്പ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കൊണ്ട് ഇവൻ ആപ്ലിക്കേഷൻ കൊടുത്തു. മിക്ക സ്ഥലങ്ങളിലും കിട്ടുന്നുണ്ട് അല്ലെ, പല സ്ഥലങ്ങളിലും അവനെ
എന്താണ് അവന് സെലക്ഷൻ കിട്ടി, അവന്റെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ അവൻ ചൂസ് ചെയ്ത് എവിടാന്ന് നോക്കണം. ആൻഡ് ഹീ ബിക്കെയിം ദ ഫസ്റ്റ് ഇന്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡന്റ്. അവൻ ചൂസ് ചെയ്യുന്നത് എന്താണ്, ഇനി പറയാൻ പോകുന്ന സ്ഥലമാണ്. അവിടുത്തെ ഹി ബിക്കെയിം, അവനായിത്തീർന്നു ദ ഫസ്റ്റ് ഇന്റർനാഷണൽ ബ്ലൈൻഡ് സ്റ്റുഡന്റ്, ആദ്യത്തെ അന്താരാഷ്ട്ര തലത്തിലുള്ള അന്ധനായ വിദ്യാർത്ഥിയായി മാറി. ഇൻ ദ ഹിസ്റ്ററി, ചരിത്രത്തിൽ തന്നെ, ഓഫ് MIT, MITയുടെ ചരിത്രത്തിൽ തന്നെ എന്താണ് ആദ്യത്തെ അന്ധനായിട്ടുള്ള സ്റ്റുഡന്റ് ആയിട്ട് ഇവൻ മാറി, ശ്രീകാന്ത് പോലെ മാറി. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം എന്താണ് MIT, ലോകത്തെ നമ്പർ 1 ആയിട്ടുള്ള ടെക്നോളജിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് MIT. അമേരിക്കയിലെ എന്താണ് മാസാച്യുസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അതാണ് MIT എന്ന് പറയുന്നത്. ഈ MITയുടെ ചരിത്രത്തിൽ തന്നെ എന്താണ് ആദ്യത്തെ ബ്ലൈൻഡ് ആയിട്ടുള്ള, കണ്ണു കാണാത്ത വിദ്യാർത്ഥിയായിട്ട് ശ്രീകാന്ത് പോലെ മാറുകയാണ്. നോക്കുക, എന്തൊരു വലിയ നേട്ടമാണിത്. നമ്മുടെ IITയിൽ സെലക്ഷൻ കിട്ടിയില്ല, അവിടെ അവന് പങ്കെടുക്കാൻ പറ്റിയില്ല, പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് അല്ലെ, ലോകത്തെ നമ്പർ 1 ആയിട്ടുള്ള സ്ഥലത്ത് ശ്രീകാന്ത് പഠിക്കാനായിട്ട് ചേരുകയാണ്. എന്നിട്ട് നോക്കുക, while at MIT, ഈ MITയിൽ പഠിക്കുന്ന സമയത്ത് ശ്രീകാന്ത് began to think, ശ്രീകാന്ത് ചിന്തിക്കാൻ തുടങ്ങി, ഡീപ്ലി, ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങി, about his future, തന്റെ ഭാവിയെ പറ്റി. എന്താകും തന്റെ ഭാവി എന്നുള്ള, എന്തായിരിക്കണം തന്റെ ഭാവി, ഇവൻ ചിന്തിക്കാൻ തുടങ്ങി. He could have great opportunities there, അവിടെ ഇവൻ എന്താണ് ഗ്രേറ്റ് ആയിട്ടുള്ള വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും അല്ലെ. അമേരിക്കയിൽ തീർച്ചയായിട്ടും ഇവന് വലിയ വലിയ അവസരങ്ങൾ കിട്ടും ഇവന്റെ കഴിവിനനുസരിച്ച്. ബട്ട് എന്നാൽ ഹി വാണ്ടഡ് ടു സോൾവ്, അവൻ ആഗ്രഹിച്ചത് സോൾവ് ചെയ്യാനാണ്, പരിഹാരം ഉണ്ടാക്കാനാണ്. ദ പ്രോബ്ലംസ്, പ്രശ്നങ്ങൾക്ക് ഹി ഹാഡ് ഫേസ്ഡ്, അവൻ നേരിട്ട കുറെ പ്രശ്നങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ അവന് നേരിടേണ്ടി വന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനാണ് അവൻ ആഗ്രഹിച്ചത്. He wished, അവൻ ആഗ്രഹിച്ചു, അവൻ ആശിച്ചു, to change the lives of the people with disabilities. അവനെ പോലെയുള്ള ആളുകളുണ്ടല്ലോ, people with disabilities, എന്താണ് വൈകല്യങ്ങളുള്ള ആളുകൾ അല്ലെ, എന്തെങ്കിലും കുറവുകളുള്ള ആളുകൾ, ആ ആളുകളുടെ ജീവിതം തന്നെ ചേഞ്ച് ചെയ്യാം, ലൈഫ്സ് തന്നെ ചേഞ്ച് ചെയ്യാമെന്ന് അവൻ തീരുമാനിക്കുകയാണ്, അവൻ ആഗ്രഹിക്കുകയാണ്, അത് അവൻ ആഗ്രഹിക്കുകയാണ്, അവരുടെ ജീവിതം ഒന്ന് മാറ്റണം എന്നവൻ ആഗ്രഹിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ he returned to India, അവൻ എന്ത് ചെയ്യുന്നു, ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു. He started, ഇവൻ തുടങ്ങി ബോലന്റ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു കമ്പനി പോലെയുള്ള, അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഇവൻ തുടങ്ങുകയാണ്, ഒരു പ്ലാറ്റ്ഫോം ഇവൻ തുടങ്ങുകയാണ്. ടു അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എന്താണ് ഉയർത്താൻ വേണ്ടിയിട്ടാണ്, ഉന്നമനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഡിസേബിൾഡ് ഇൻഡിവിജ്വൽസ്, ആരെയാണ്, ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യമുള്ള വ്യക്തികളെ ഉയർത്തിക്കൊണ്ടുവരിക. ആ ഉദ്ദേശത്തോടു കൂടി ഇവൻ എന്ത് ചെയ്യുന്നു, ബോലന്റ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങുകയാണ്, ഒരു കമ്പനി തുടങ്ങുകയാണ്. ഹി ഹാസ് സപ്പോർട്ടഡ്, അവൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഓവർ 3000 സ്റ്റുഡൻസ്, 3000-ലധികം വിദ്യാർത്ഥികളെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ശ്രീകാന്ത് പോലെ സപ്പോർട്ട് ചെയ്തു ഇതിനോടകം തന്നെ. സോഫാർ ഇതിനോടകം തന്നെ അത്രയധികം വിദ്യാർത്ഥികൾക്ക് സപ്പോർട്ട് ആയിട്ടുണ്ട് ശ്രീകാന്ത് പോലെ. ഒന്ന് ആലോചിച്ച് നോക്കാം, 3000-ലധികം ആളുകളെ ഇവൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബിസൈഡ്സ്, അത് കൂടാതെ ഹിസ് കമ്പനി, ആ കമ്പനി ഉണ്ടല്ലോ ബോലന്റ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കമ്പനി, ഏൺസ് ഓവർ $1 million, $1 million-ലധികം ഡോളറാണ് അതിന്റെ വരുമാനം, അത് സമ്പാദിക്കുന്നത് ഇൻ സെയിൽസ്, വിൽപ്പനയിലൂടെ. ഈ ബോലന്റ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന കമ്പനിയുടെ സമ്പാദ്യം അല്ലെങ്കിൽ വരുമാനം എന്ന് പറയുന്നത് $1 million കൂടുതലാണ്. നമ്മൾ മനസ്സിലാക്കണം, 1 million എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10 ലക്ഷമാണ്. 10 ലക്ഷം, ഒരു ദശലക്ഷമാണ്. അപ്പോൾ $10 ലക്ഷം എന്നാണ് പറഞ്ഞേക്കുന്നത്, രൂപയല്ല. $1 എന്ന് പറയുമ്പോൾ നമ്മുടെ 86 രൂപയ്ക്ക് മുകളിലാണ്, 87 രൂപയുടെ അടുത്ത് വരുന്നുണ്ട് $1 എന്ന് പറയും. $1 million എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, $10 ലക്ഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, അത്രയും ആ കമ്പനിക്ക് വരുമാനമുണ്ട്. ഇനി നമ്മളത് കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു ആൻസർ നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. ശ്രീകാന്ത് വിശ്വസിക്കുന്നത് ഇൻ ഹെൽപ്പിംഗ് അതേഴ്സ് ത്രൈവ്, മറ്റുള്ളവരെ ത്രൈവ് ചെയ്യാൻ സഹായിക്കുന്നതിലാണ് ശ്രീകാന്ത് വിശ്വസിക്കുന്നത്. എന്താ ഈ ത്രൈവ് ചെയ്യാൻ സഹായിക്കുക? ത്രൈവ് ചെയ്യുക മീൻസ് സർവൈവ് ചെയ്യുക, പിടിച്ചു നിൽക്കുക, അതിജീവിക്കുക, മറ്റുള്ളവരെ രക്ഷപ്പെടാൻ സഹായിക്കുക, അതിജീവിക്കാൻ സഹായിക്കുക, ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ സഹായിക്കുക, ഇതിലാണ് ശ്രീകാന്ത് വിശ്വസിക്കുന്നത്. ഹി ഈസ് എ ഗ്രേറ്റ് ഇൻസ്പിറേഷൻ, ഇദ്ദേഹം ഒരു വലിയ പ്രചോദനമാണ്, മോട്ടിവേഷൻ ആണ്. ഹി പ്രൂവ്സ്, അദ്ദേഹം തെളിയിക്കുന്നു
that we can achieve anything. നമ്മളെ കൊണ്ട് എന്തും നേടാൻ പറ്റുമെന്ന് അദ്ദേഹം തെളിയിക്കുകയാണ്. In spite of the disabilities we have. നമുക്ക് ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ പോലും, വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മളെ കൊണ്ട് എന്തും നേടിയെടുക്കാൻ സാധിക്കും എന്ന് അദ്ദേഹം തെളിയിക്കുകയാണ്, ഈ ശ്രീകാന്ത് തെളിയിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് ശ്രീകാന്തിന്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചുരുക്കി പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് അദ്ദേഹത്തെ പറ്റി അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് അതിനനുസരിച്ച് ഉത്തരം എഴുതാനും സാധിക്കും. ഇനി നമുക്ക് മറ്റൊരു ചോദ്യവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.